ഞങ്ങള് വഴിമാറി കയറിയതാ സിനിമയ്ക്ക്, പക്ഷെ അതൊരു നല്ല സിനിമയായിരുന്നു. അപ്പൊ ഞങ്ങളെ PCOD ഒക്കെ ഉള്ള മരുന്നുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഹോട്ട് ഫ്ലഷസ് വരുന്നത്, ഭയങ്കരമായ ഡിപ്രഷനും മൂഡ് സ്വിങ്സും ബ്ലൂസും ഒക്കെ വരുന്നത് എത്ര മനോഹരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. എഴുതിയ ആദ്യത്തെ ഡ്രാഫ്റ്റ് തൊട്ട് ഞാൻ എന്റെ വീട്ടിൽ എന്റെ അമ്മയെ കേൾപ്പിക്കും. അമ്മയെ കണ്ടാലും പെങ്ങളെ കണ്ടാലും ആരെ കണ്ടാലും അത്രയും സെൻസിറ്റീവ് ആയിട്ട് നോക്കി കാണുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റും. നമുക്കത് കണ്ടപ്പോ എന്തൊരു ആശ്വാസം. ഇതൊക്കെ മനസ്സിലാക്കുന്ന മനുഷ്യരുണ്ടല്ലോ. തനിക്ക് വിഷമം വരുന്ന ഒരു സമയത്ത് ഒരു പുരുഷൻ കരയുക എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമയെ കാണിച്ച് എന്തൊരു അടിപൊളിയായിരുന്നു. ആൾക്കാർ ചോദിച്ചു ആണുങ്ങൾ കരയാമോ, അല്ലെങ്കിൽ കരയാത്ത ഒരു ആണ് സ്ത്രീകളാണ് പ്രസവിക്കുന്നതെങ്കിലും അതിലൂടെ സഞ്ചരിക്കുന്ന പുരുഷനും കൂടി ഉണ്ട്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു ഒരുമിച്ചുള്ള കാര്യമാണ്, അല്ലാതെ ഒരാളുടെ മാത്രം കാര്യമല്ല. ദിലീഷിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ സീനില് വന്ന് അടികൊള്ളാനായിട്ട് നമ്മളൊരാലോചിച്ചു ഒരു സീനിയർ ആയിട്ടുള്ള ആക്ടർ തന്നെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ആരെ വിളിച്ചാലാണ് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് പോവാ, അടികൊള്ളാൻ മാത്രമാണ്. ഞാൻ എനിക്ക് ദിലീഷേട്ടനല്ലേ അപ്പൊ പേടിച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇല്ല ചുലു നന്നായിട്ട് അടിക്കണം എങ്കിലേ അറിയൂ എന്നൊക്കെ പറഞ്ഞ്. പുതിയ വിക്രമിന്റെ മൂവിയില് ചേച്ചി ഒരു കിഡിലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നല്ല ഒരു അനുഭവമാണ്. വൈകുന്നേരം 4 മണി തൊട്ട് രാവിലെ 7-8 മണി വരെ നമ്മൾ വർക്ക് ചെയ്യാണ്. ഉറക്കമില്ല. അത് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആവുന്ന എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ക്യാരക്ടർ അതിനകത്ത്. അഭിനയിക്കുക എന്ന് പറഞ്ഞ കാര്യം ആക്ച്വലി എന്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. അത് സൂര്യചേട്ടനായിട്ട് എന്റെ മുമ്പിലേക്ക് എടുത്തു വെച്ച് ചെയ്തു നോക്കൂ, സിനിമ ഇറങ്ങുമ്പോഴോ ഒന്നും എനിക്ക് ഇത് എന്ത് പറയാ അങ്ങനത്തെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കൊരു സൂപ്പർ ഹീറോ ആവണം, എനിക്ക് ഒരു ലൈക്ക് ആക്ഷൻ മൂവിയില് വർക്ക് ചെയ്യണം. നമ്മുടെ വിശേഷ മൂവി സക്സസ്ഫുള്ളി 4th week കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ റൺ ചെയ്തോണ്ടിരിക്കുകയാണ്. അതിലെ സ്റ്റാർസ് അവരാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. വെൽക്കം ഗൈസ്, വെൽക്കം ടു ദി ഷോ. ഇത് ശരിക്കും സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞു വരുമ്പം ഈ സിനിമ ഡീൽ ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ഫീൽ ഗുഡ് സിനിമ എന്നുള്ള രീതിയിൽ ഒന്ന് ഒതുക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല. കാരണം മൾട്ടിപ്പിൾ എലമെന്റ്സ് കവർ ചെയ്ത് പോകുന്നുണ്ട് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡിസ്ട്രാക്റ്റഡ് ആവാതെ. എനിക്കൊന്ന് ആനന്ദ് ചേട്ടന്റെ റൈറ്റിംഗില് ഈ വിഷയങ്ങൾ, അതായത് ഫീമെയിൽ ഓറിയന്റഡ് വിഷയങ്ങളെല്ലാം വളരെ ഭയങ്കര നാച്ചുറൽ ആയിട്ടും വളരെ ഒരു കറക്റ്റ് ഒരു മീറ്ററിലും പറഞ്ഞു പോയിട്ടുണ്ട്. ഹൗ ഡിഡ് യു ഡു ദാറ്റ് ആക്ച്വലി? ഞാൻ എപ്പോഴും ഉറപ്പുവരുത്താറാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതിയ ആദ്യത്തെ ഡ്രാഫ്റ്റ് തൊട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ കേൾപ്പിക്കും. അപ്പോൾ കാരണം ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും പരിചിതയായ ഞാൻ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് എൻ്റെ അമ്മയും എൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ ആയിരിക്കും, സിബ്ലിങ്സും അങ്ങനെ അവരൊക്കെ ആയിരിക്കും. അപ്പൊ അവരോടൊക്കെ ഞാൻ കഥ പറയും. എൻ്റെ വീട്ടിൽ ഒരുപാട് കാലം ഭക്ഷണം ഉണ്ടാക്കിയിരുന്നതൊക്കെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെയും ഇഷ്ടത്തിനാണ്. എൻ്റെ അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങൾ രണ്ടുപേരും ചോദിച്ചിട്ടില്ല. ആൻഡ് ഏറ്റവും കൗതുകരമായിട്ട് പിന്നീട് കുറച്ച് വളർന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഒരു സ്ത്രീ എന്ന നിലയിൽ ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആവണം, ടേസ്റ്റ് ബഡ്സ് ഒക്കെ വേറെ രീതിയിലാവണം, എന്തൊക്കെ മാറ്റങ്ങളാണ്. ഞാനിപ്പോ കാണുന്നത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഹോർമോൺസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് സിനിമയ്ക്കകത്ത്. ഇതൊക്കെ ഒരു ഹോർമോണിന്റെ കടിയല്ലേ എന്നാണ് മാനസിക ഡയലോഗ് ഉണ്ട്. ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി കാണുന്ന ഒരു കാര്യമാണത്. കാരണം അത്രയധികം കാര്യങ്ങളിലൂടെ പോകുന്ന ഒരു ജീവനാണ്. പക്ഷെ ആനന്ദത്തിൽ ലൈറ്റായിട്ട് പറഞ്ഞത് അങ്ങനെയല്ല. എന്ന് വെച്ചാൽ ഈ ഹോർമോണൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന, അല്ലെങ്കിൽ മെൻസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അതുപോലെയുള്ള ഈസ്ട്രജനും അങ്ങനെയുള്ള PCOD ഒക്കെ ഉള്ള മരുന്നുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഹോട്ട് ഫ്ലഷസ് വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഭയങ്കരമായ ഡിപ്രഷനും മൂഡ് സ്വിങ്സും ബ്ലൂസും ഒക്കെ വരുന്നത് എത്ര മനോഹരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ഇറ്റ്സ് നോട്ട് ന്യൂ. അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, അമ്മയെ കണ്ടാലും പെങ്ങളെ കണ്ടാലും ആരെ കണ്ടാലും അത്രയും സെൻസിറ്റീവ് ആയിട്ട് നോക്കി കാണുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റും. റിസീവ് ചെയ്യുന്ന അബ്സോർബ് ദീസ് തിങ്സ്. കാരണം ഇത് കണ്ടോണ്ടിരിക്കാനല്ല ഞാൻ പറയുന്നത്, എനിക്കിത് നമുക്കത് കണ്ടപ്പോ എന്തൊരു ആശ്വാസം. ഇതൊക്കെ മനസ്സിലാക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഇത് നമ്മൾ വിചാരിക്കുന്നത്, ഇത് നമ്മൾ അനുഭവിക്കുന്നവർക്ക് ഒരിക്കലും വേറൊരിടത്ത് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാറില്ല പല സമയങ്ങളിലും. പ്രത്യേകിച്ച് പറഞ്ഞു ഇതാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയാൻ 2-3 സീക്വൻസ്. ഒന്നത് വാഷ്റൂമിൽ ഇരുന്നിട്ട് അത് ഓരോ പ്രാവശ്യം കണ്ടിട്ടുള്ള, അതിനുശേഷം ആ ഹോട്ട് ഫ്ലഷസ് വരുന്നത്, അതിന് ആ ഊണ് കഴിക്കാൻ എനിക്ക് വേണ്ടതല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആനന്ദിനെ ഇങ്ങനെ കൈ തട്ടുമ്പോൾ ആനന്ദ് നടന്നു പോയിട്ട് അവിടെ നിന്ന് കരയുന്ന, ആണുങ്ങൾ കരയുന്നതൊക്കെ ഒരു സീനി കാണുക. എനിക്ക് എന്നുവെച്ചാൽ അത് മറ്റൊരാൾ മരിക്കുമ്പോഴൊന്നും അല്ലാതെ തനിക്ക് വിഷമം വരുന്ന ഒരു സമയത്ത് ഒരു പുരുഷൻ കരയുക എന്നൊക്കെ പറയുന്ന ഒരു സിനിമയെ കാണിച്ച്
എന്തൊരു അടിപൊളിയായിരുന്നു ഞാൻ പറയുന്നത്. ഭയങ്കര നല്ലതായിരുന്നു അത്. ആ മൊമെന്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ അത്ര റിയൽ ആയിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. ആ മഴയത്ത് പോയി അവിടെ നിന്ന് കരയുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ആൾക്കാർ ചോദിച്ചു ആണുങ്ങൾ കരയാമോ, അല്ലെങ്കിൽ കരയാത്ത ഒരു ആണ് സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഒരു കരയാൻ പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കരയാൻ പഠിച്ച വയലൻസ് ഒരുപാട് കുറയും. നമ്മള് എവിടെങ്കിലൊക്കെ ലെറ്റ് ഔട്ട് ചെയ്യണം. അത് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാണ് പലതും നമ്മള് തിരിച്ചടിയായിട്ട് വരുന്നത്. മാത്രമല്ല ഇത് ഈ ഒന്നാമത്തെ കാര്യം എനിക്ക് എപ്പോഴും തോന്നാറുള്ള കാര്യം, ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോ എന്തോ സ്ത്രീ മാത്രമാണ് ഇതിനെ ലൈക്ക് ഓഫ് കോഴ്സ് സ്ത്രീകളാണ് പ്രസവിക്കുന്നതെങ്കിലും അതിലൂടെ സഞ്ചരിക്കുന്ന പുരുഷനും കൂടി ഉണ്ട്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു ഒരുമിച്ചുള്ള കാര്യമാണ്, അല്ലാതെ ഒരാളുടെ മാത്രം കാര്യമല്ല. അപ്പൊ ആ ഒരുമിച്ചുള്ള കാര്യത്തിനെയാണ് നമ്മൾ അങ്ങനെ പറയാനാണ് നമ്മൾ ഈ സിനിമയെ കൂടെ ശ്രമിക്കുന്നത്. അപ്പൊ ആ ബാലൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ അപ്പുറത്തിരിക്കുന്ന സ്ത്രീയെ മനസ്സിലാക്കണം. വിശേഷം ആൾക്കാർ ചിലരെങ്കിലും ചിന്തിക്കും ഇതെന്തോ കരയാനുള്ള സീനാണോ, കരഞ്ഞുള്ള സങ്കടമുള്ള സിനിമയാണോ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഭയങ്കര എല്ലാരും ഫ്ലേവേഴ്സും ഉള്ള ഒരു സിനിമയാണ്. എന്നെ കണ്ട മുഴുവൻ ആൾക്കാരും ഒരു കമന്റ് പറയാതെ പോയില്ല എന്നുള്ളത്. കണ്ട മുഴുവൻ ആൾക്കാരും. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞങ്ങള് വഴിമാറി കയറിയതാ സിനിമയ്ക്ക്, പക്ഷെ അതൊരു നല്ല സിനിമയായിരുന്നു. അപ്പൊ ഞങ്ങളെ ദിലീഷിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരൊറ്റ സീനില് വന്ന് അടികൊള്ളാനായിട്ട് അടി കൊണ്ടിട്ട് പോയി. അല്ലാതെ നമ്മൾ മെൻഷൻ ചെയ്യുന്നേ എനിക്ക് തോന്നുന്നത് ഈ സിനിമയിൽ ഏറ്റവും രസകരമായ ഒരു ഭാഗം ഈ സിനിമ അയ്യോ ഇതിങ്ങനെയാണോ പോകുന്നതെന്ന് പറഞ്ഞോടത്തുനിന്ന് ഫുള്ള് മറിച്ചിട്ട് ശരിക്കും ഞങ്ങളൊക്കെ തിയേറ്ററിൽ അത് ചെയ്യാൻ ദിലീഷ് സമ്മതിച്ചു എന്ന് പറയുന്നത്. അവിടെയൊക്കെയാണ് ഈ പറയുന്ന സൂപ്പർ ഹീറോസിനെ നമ്മളെ സിനിമയ്ക്കകത്ത് കാണുന്നത്. കാരണം ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ, താങ്ങാൻ, തന്റെ ഒരു മുഖവും ഇമേജും സഹായിക്കുമെങ്കിൽ വരാമെന്ന് പറയുന്ന ആൾക്കാരുള്ളിടത്തോളം നമ്മുടെ സിനിമ വീഴത്തില്ല. That's what I think. അല്ലേ? എല്ലാവരും എഗ്രി കാര്യത്തിനോട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ സിനിമയില് ഈ പറഞ്ഞ പോലെയാണ് ഈ ചില കഥാപാത്രങ്ങള്, ഇപ്പൊ ജോണി ചേട്ടന്റെ കഥാപാത്രം ഒക്കെ നിൽക്കുന്നത് ഒരു വളരെ ഇതായിട്ടുള്ള സ്പേസിലാണ്. ഒരുപാട് നേരത്തേക്ക് ഇങ്ങനെ ആദ്യം അവസാനം വരെ ഉള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷെ എനിക്ക് ആസ് എ റൈറ്റർ ഏറ്റവും സന്തോഷം തോന്നിയത് മാലച്ചേച്ചിയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, ആന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, അടുപ്പിച്ചിട്ട് ചിലപ്പോൾ ഒരു 3-4 സീനിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക, ഒരു 3 സീനൊക്കെ ആയിരിക്കും. ഇത് കഴിഞ്ഞു വരുമ്പോഴും അവര് ചെയ്ത കഥാപാത്രം സിഗ്നിഫിക്കന്റ് ആണ് എന്ന് അത് തോന്നി ആളുകൾക്ക് എന്നുള്ളത് വളരെ, കാരണം നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ആലോചിക്കുന്നത് വെറുതെ പോയ ഒരു കഥാപാത്രമായി പോയത്, അതൊരു എന്തെങ്കിലും ഉണ്ടാവണം അതിൽ നിന്ന് എടുക്കാൻ. അത് കൃത്യമായി സംഭവിച്ചു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നത്. അതില് ഏറ്റവും മുകളിൽ തട്ടി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ദിലീഷ് ചേട്ടന്റെ. സത്യം എന്നുവെച്ചാൽ അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു ആലോചിച്ച് നോക്കും, ഒരു സീനിയർ ആയിട്ടുള്ള ആക്ടർ തന്നെ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ആരെ വിളിച്ചാലാണ് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് പോവാൻ, അടികൊള്ളാൻ മാത്രമാണ്. പിന്നെ അടികൊള്ളാൻ സൗഹൃദത്തിനുപരിയാണ് ഇമേജ് ഒക്കെ നോക്കുമല്ലോ ആൾക്കാർ, എത്ര സൗഹൃദം ഉണ്ടെങ്കിലും. പക്ഷെ ആ ക്യാരക്ടർ വന്ന് ചെയ്യാനുള്ള അതാണ് നല്ല സിനിമയ്ക്ക് ഒരു താങ്ങ് എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ കൊടുക്കുമെന്ന് പറയുന്ന മനസ്സുകൾ ഉള്ളിടത്തോളം നമ്മളെ സേഫാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എനിക്ക് ശരിക്കും കമന്റബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസും കൂടിയാണ്. തിയേറ്ററിൽ കാണുമ്പോൾ അത്ര എക്സൈറ്റ് ആദ്യം കാണുമ്പോ ഒരു ആശ്വാസം. ശരിക്കും ചിന്നു അടി കൊടുക്കുമ്പോ നമുക്കൊരു സന്തോഷം. എങ്ങനെയാ ഓർമ്മ, അത് ആ കുട്ടിയല്ലേ അങ്ങനെ അതെങ്ങനെയായിരുന്നു ഷോട്ട് ഷൂട്ട് ചെയ്തത് ദിലീഷ് ചേട്ടനോട്? അത് ആക്ച്വലി ദിലീഷ് ചേട്ടൻ, എനിക്ക് ദിലീഷ് ചേട്ടനല്ലേ, അപ്പൊ പേടിച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ട് ദിലീഷ് ചേട്ടൻ ഇല്ല ചിലു നന്നായിട്ട് അടിക്കണം എങ്കിലേ അറിയൂ എന്നൊക്കെ പറഞ്ഞ് ചവിട്ടാൻ നേരത്തൊക്കെ നന്നായിട്ട് ചവിട്ടിക്കോ, കുഴപ്പമില്ല, ഇവിടെ നന്നായിട്ട് ചവിട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ് അതേ ഭയങ്കരമായിട്ട് അതിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ചില സമയത്ത് ഇതേ തന്നെ ഇങ്ങനെയൊക്കെ ഓടണോ നമുക്ക് തന്നെ ചിരിയായിരുന്നു. അതും ഭയങ്കരമായിട്ട് പിടിക്കാൻ പോകുന്ന സീനൊക്കെ കബഡി കളി പോലെ ചിന്നുവിലേക്ക് വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ലൈക്ക് ഞാൻ ചിന്നുവിന്റെ കുറെ മൂവീസ് ഒക്കെ കാണുമ്പോൾ ഐ വാസ് ഫീലിംഗ് വെരി ഹാപ്പി. ബിക്കോസ് നമ്മൾ കണ്ടിട്ടുള്ള കുറെ സ്റ്റീരിയോടിപ്പിക്കൽ ഹീറോയിൻസ് അങ്ങനെയൊക്കെ ഒരു ഫോർമാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്നുവിനെ സിനിമയിൽ കാണാൻ തുടങ്ങിയപ്പോൾ ഐ വാസ് ഫീലിംഗ് വെരി മച്ച് ഹാപ്പി. ലൈക്ക് ഓക്കെ
സിനിമയിൽ സംതിങ് റിലേറ്റബിൾ ടു മീ ആൻഡ് ഫോർ ലോട്ട് ഓഫ് പീപ്പിൾ. അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കോമെന്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള റെസ്പോൺസ് എന്തെങ്കിലും ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഐ ഗെറ്റ് എ ലോട്ട് ഓഫ് ലവ്. Right. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഐ എം എക്സ്ട്രീംലി ലക്കി. Right. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ഡൺ എനിത്തിങ് സ്പെഷ്യൽ. ഐ ജസ്റ്റ് ചേസ് മൈ ഡ്രീം. എനിക്കുള്ള സ്പേസ് തരാൻ ആൾക്കാർ റെഡിയായിരുന്നു. അത് ഞാൻ വന്ന് ചെയ്ത കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർ റെഡിയായിരുന്നു. Right. ആൻഡ് ഐ ജസ്റ്റ് യൂസ് ദാറ്റ്. Wonderful. But you're an amazing performer, which is അതാണ്. So മാലതി ചേച്ചിക്ക് ഈ വിശേഷം എന്നുള്ള മൂവിയിലെ ക്യാരക്ടർ, പക്ഷെ ഇത് എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നിട്ടോ. ഇതിൽ ചേച്ചി ചെയ്ത ക്യാരക്ടർ അതിലെന്തോ ഒരു വേറൊരു എലമെന്റ്, അതായത് കുറച്ച് ഒരു സാസി എന്തോ സംതിങ് അങ്ങനെ ഒരു ഫീൽ എനിക്ക് വന്നു. ആ മൊത്തത്തിലുള്ള ലുക്കും അതെല്ലാം കണ്ടു. ശരിക്കും ക്യാരക്ടറിനെ കുറിച്ച് ചേച്ചി എന്തായിരുന്നു? ഹൗ ഡിഡ് യു പെർസീവ് ഇറ്റ്? ബേസിക്കലി ആനന്ദും സൂരജും ഇവര് രണ്ടും ഡോക്ടർ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ റീല് ഭയങ്കരമായിട്ട് ഓടുന്നുണ്ട്. മാൽസിയെ ഡോക്ടർ, മലയാള സിനിമയിലെ സ്ഥിരം ഡോക്ടറെയോ ഡോക്ടറാണോ എന്ന് ഞാൻ ചോദിച്ചു. ഡോക്ടർ അപ്പൊ പറഞ്ഞു അങ്ങനല്ല, ഇത് വേറെ തരത്തിൽ നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് എന്റെ കഥ പറഞ്ഞപ്പോ അതിനകത്ത് ആ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ട് ആൾക്കാരെ മയക്കി എടുത്തിട്ട് പൈസ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ചെറിയ ചെറിയ സാധനങ്ങളല്ലേ ഓരോരുത്തരും. എനിക്ക് പോലീസ് ഓഫീസർ, എനിക്ക് എന്തൊരു ഡിസിപ്ലിൻ ആണ്. അത് ശരി, ഇത് കൃഷിയാണല്ലേ, അത് ഭയങ്കര, അത് നാച്ചുറൽ ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത്. എനിക്കത് ചെയ്യണം എന്നാണ്, ഫാമിങ് എനിക്കിത് കഴിഞ്ഞ് ചെയ്യണം. അപ്പൊ അതേപോലെ എപ്പോ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എന്തെങ്കിലും സജഷൻ വേണേ ചോദിച്ചാൽ റിട്ടയർ ചെയ്തിട്ടാണ് പറയുന്ന ഒരു സംഭവമൊക്കെ ഇല്ലേ. ഭയങ്കര കുറെ ഇംപ്രൂവൈസ്ഡും ആയിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ഒന്നാമത് നമ്മൾ ഒരു പ്രോജക്റ്റിൽ വരുമ്പോൾ അതിനകത്ത് പീപ്പിൾ മാറ്റേഴ്സ്. നമ്മൾ എന്തായാലും സിനിമ എന്ന് പറയുമ്പോൾ എക്യുപ്മെന്റ്സ് അല്ലല്ലോ, മനുഷ്യര് ഒരുമിച്ച് ചേരുന്ന ആ മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. ഈ മൊമെന്റിൽ ഐ എം സോ പ്രൗഡ് ടു സിറ്റ് വിത്ത് ദീസ് 3 people. എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് ഉയരത്തിൽ കാണുന്ന, ഒരുപാട് പൊട്ടൻഷ്യൽ കാണുന്ന, ഞാൻ ആരാധിക്കുന്ന 3 പേരാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ പ്രോജക്റ്റിലോട്ട് നമ്മൾ എത്തിപ്പെടണം. അത് ചുമ്മാ സൈഡിൽ കൂടെ നടന്നാലും മതി, ഓക്കെയാണ്. അങ്ങനെ ഒരു ഹാപ്പിനെസ്. എനിക്ക് ആദ്യം ആരെയും അറിയത്തില്ലായിരുന്നു. ഞാൻ ആകെ എനിക്കറിയാവുന്ന ചിന്നുവിനെയായിരുന്നു. ചിന്നുവിന്റെ കട്ട ഫാനാണ്. അപ്പൊ ചിന്നു എന്ന് പേര് കേട്ടപ്പോ തന്നെ ഒരു കാലം അങ്ങോട്ട് വെച്ചിട്ടാണ് ഡോക്ടർ എന്ന് പറഞ്ഞപ്പോ തിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ പിന്നെ ഇവരുടെ ഒരു സംസാരവും എനിക്ക് ഇവരെ പരിചയം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞത്. ഞങ്ങള് കോമ്പിനേഷനിലായിരുന്നു. ഞങ്ങള് 1-2 വർക്കായി ഞങ്ങള്. പ്രിയപ്പെട്ടവൻ വ്യൂഷ്, അത് കഴിഞ്ഞിട്ട് പിന്നെ കരിക്കിന്റെ പൊരുള്, ഞങ്ങൾ 2 വർക്ക്. എന്റെ മകളായിട്ട് അങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ആസ് എൻ ആക്ടർ, ആസ് എന്റെ ക്യാരക്ടർ എല്ലാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് വർക്ക്. അപ്പൊ സൂരജിനെ ആനന്ദരെയും പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ബഹുമാനമായി പോയി. അപ്പൊ ആ സ്പേസിൽ ഉണ്ടാവുക ഒരു 2 ദിവസം എനിക്ക് പറ്റുള്ളൂ. പക്ഷെ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. ആബ്സല്യൂട്ട്ലി. ശരിക്കും ചേച്ചിയുടെ ക്യാരക്ടറിന്റെ ആ ഒരു സ്കെച്ച് പറഞ്ഞപ്പോഴേ, ഇങ്ങനെയാണ് ലുക്ക്, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഇതെന്നൊക്കെ, അത് എങ്ങനെയാണ് ഓൾറെഡി ഡിസൈഡ് ചെയ്തിരുന്നത്, അതോ പിന്നീട് ഫോം ചെയ്തെടുത്ത ഒരു സംഭവമാണോ അത്? മഞ്ജുഷ രാധാകൃഷ്ണനും ഡയറക്ടറും കൂടി ആയിരിക്കണം അല്ലെ ആ ലുക്ക് ഡിസൈഡ് ചെയ്തത്. വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തലയുടെ ബോളി കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് സുരക്ഷ നമുക്ക് കണ്ണാടി കൂടെ കൊടുത്താലോ, നമുക്ക് അതും കൂടെ ചെയ്താലോ, ഇതും കൂടെ. തലേന്ന് ഒരു ലുക്ക് ടെസ്റ്റിന് പോയിരുന്നു. അപ്പൊ ഞങ്ങൾ അത് പോയി ഒരു എന്താ ഷോ ഓഫ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബ്രാൻഡായി മാറി നിൽക്കാൻ. മറ്റേ ഫോട്ടോ ഡോക്ടർ മേരി, ഞാനതൊക്കെ എൻജോയ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റോൾസ് ഒരു കുറച്ച് ഡിഫറെന്റ് ആണ്. തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് എന്റെ കരിയർ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം ഞാൻ മറ്റേ അടുക്കളയിൽ നിന്നും ചായ എടുത്തോണ്ട് പോലെ ചായ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു മറ്റേ നന്മമരമായിട്ടാണ്. ഇപ്പാണ് കുറച്ചും കൂടെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെ എനിക്ക് വന്നു തുടങ്ങണം. അപ്പൊ ഞാൻ തന്നെ എന്റെ ആക്ടറിനെ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഐ എം ജസ്റ്റ് റെഡി ടു എക്സ്പ്ലോർ മൈ സെൽഫ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് ഞാൻ ഇപ്പൊ എത്തി. എനിക്ക് എന്താന്ന് അറിഞ്ഞൂടോ, എവിടെന്നോ ഒരു കുറച്ചുകൂടെ കോൺഫിഡൻസ് തോന്നുന്നു. എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടോ കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് അതെ, പ്രത്യേകിച്ച് പിന്നെ കരിക്കിലെ പിള്ളേരുടെ കൂടെയൊക്കെ ഉള്ള അസോസിയേഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഒരു
എന്നെ ഹീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുതിയ വിക്രമിന്റെ മൂവിയില് ചേച്ചി ഒരു കിഡിലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ കാണാൻ എനിക്ക് പറ്റി. എന്തായാലും ചേച്ചി ഇങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ചേച്ചി ഓൾറെഡി തമിഴ് ഇൻഡസ്ട്രിയിൽ നല്ല ഫാമിലി അവിടെ ചെയ്തിട്ടുണ്ടല്ലോ. വീരശൂരധീരൻ എന്ന് പറഞ്ഞ പടമാണ്. ഇപ്പൊ എല്ലാരും വിചാരിക്കും തങ്ലാനാണെന്നല്ല, തങ്ങളാണല്ല, റൈറ്റ്. ചിത്തയുടെ ഡയറക്ടർ അരുൺകുമാറിന്റെ പടമാണ്. എസ് ജെ സൂര്യയും നല്ല ഒരു അനുഭവമാണ്. ഭയങ്കര റിയൽ ഹാർഡ് വർക്ക് വേണം. ബിക്കോസ് ഒരു രാത്രി നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 4 മണി തൊട്ട് രാവിലെ 7:30-8 മണി വരെ നമ്മൾ വർക്ക് ചെയ്യാണ്. ഉറക്കമില്ല. പക്ഷെ ഭയങ്കര ചലഞ്ചിങ് ആണ്. നല്ലതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതല്ലേ, അത് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആവുന്ന എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ക്യാരക്ടർ അതിനകത്ത്. ആനിലേക്ക് വരുമ്പോൾ ഞാൻ ശരിക്കും നമുക്ക് ചില ആക്ടേഴ്സിനെ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല ഭയങ്കര പൊട്ടൻഷ്യൽ, നമുക്ക് ഇത് വേറെ ലെവലിൽ വരുന്ന ഒരാളാണ് എന്ന് ഫീൽ ചെയ്യിക്കുന്ന ഒരു വൺ ഓഫ് ദി ആക്ടേഴ്സ് ഐ തിങ്ക് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് എവിടെയോ ദ കൈൻഡ് ഓഫ് റോൾസ് ദാറ്റ് യു ഡിസേർവ് അല്ലെങ്കിൽ ദ കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് യു ഡിസേർവ് അത് വരുന്നില്ല, അങ്ങനെ ഒരു ഫീൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്കിപ്പം റീസെന്റ് പൊരുളൊക്കെ കിട്ടിയ, അല്ലെങ്കിൽ ഞാൻ 2019 വൈറസ് ചെയ്തിരുന്നു ആഷിക്കാണ്. അപ്പം വെരി നോട്ടബിൾ ക്യാരക്ടർ. എനിക്ക് ഐ അണ്ടർസ്റ്റുഡ് തിങ്സ് ടേക്ക് ടൈം. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ക്യാരക്ടേഴ്സും പെർഫോമൻസ് ലെവലിൽ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും കിട്ടണമെന്നില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്സും വേറൊരു ഇതാണ്. അപ്പം ഐ തിങ്ക് അതെനിക്ക് മനസ്സിലായി. അപ്പം ഐ എം റെഡി ടു വെയിറ്റ്. ശരിക്കും എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ദാറ്റ് യു വാണ്ട് ടു ഡു? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ചില മൂവീസ് കാണുമ്പം പണ്ട് തോന്നാറുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടി നമ്മുടെ ലെവൽ എന്താണ്. പിന്നെ ഭയങ്കര സ്കാരി ആയിട്ടുള്ളൊരു കോമഡി വർക്കായില്ലെങ്കിൽ വേറെ കോമഡിയാണ്. ബട്ട് ഐ തിങ്ക് യു റിയലി ഹാവ് ദറ്റ് പൊട്ടൻഷ്യൽ. കാരണം സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ആള് അവിടെ ഒരു കിട്ടുന്ന ആ ടൈം ഭയങ്കരമായിട്ട് റൂൾ ചെയ്യാൻ പോവാണെന്നൊരു ഫീല് ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് എൻ്റെ പേഴ്സണാലിറ്റിയിലും ഉണ്ട്, ആക്ടിങ്ങിലും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് വളരെ സീരിയസ് ആയിട്ട് എന്നെ കാണാറുണ്ട്. ഈ പുതിയതായിട്ട് വരാനിരിക്കുന്ന എത്രയോ പേര് ചോദിക്കാറുണ്ടെന്ന് അടുത്ത്, ആ കുട്ടി ഏതാണ്, എങ്ങനെയാണ്. സിനിമ വളരണം, എൻ്റെ അടുത്തോട്ടൊക്കെ എത്തണമെങ്കിൽ സിനിമ വളരുന്ന പാതയില്ല, സിനിമ അടുത്ത് എത്തിക്കോളും. സ്ക്രിപ്റ്റ് ചേട്ടനാണ് എഴുതുന്നത്, കഥ ചേട്ടൻ്റെ ആണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ഫീലിംഗ് ലൈക്ക് മ്യൂസിക്, സ്ക്രിപ്റ്റ്, ആക്ടിങ് ഇപ്പോ കൈവെക്കാത്ത മേഖലകളില്ല, അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരുപാട് മേഖലയുണ്ട്. എനിക്ക് യാതൊരുവിധ പരിചയമില്ലാത്ത മേഖലകളും ഇഷ്ടം പോലെ. അതെ, അതിനുള്ളൊരു ഞാൻ ചോദിക്കുന്ന ആ ഒരു ഗട്ട്സ് വേണം നമുക്ക് എന്തായാലും. ഫസ്റ്റ് ഒരു സാധനം അത് ആ ഒരു സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്ത് അത് ഒരു ഡയറക്ടറിനെ അപ്രോച്ച് ചെയ്ത് അതിൽ അഭിനയിക്കുന്നതും ഫസ്റ്റ് ടൈം ആയിട്ട് അഭിനയിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസും കൂടെ, ഇത് മൊത്തം എല്ലാ സൈഡിൽ നിന്നും പ്രഷർ. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും സത്യം പറഞ്ഞാല്? പ്രഷറായിട്ട് എടുക്കാതിരുന്ന അങ്ങനെ പ്രഷർ ഒന്നും എടുക്കുന്ന ആൾക്കാരല്ല. അല്ല, അങ്ങനെയല്ല. ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഇതല്ലാതെ വേറൊന്നും അറിയില്ല. അപ്പോ ഞാൻ ചെയ്യുന്നതൊക്കെ അതിലേക്കുള്ളതാണ്. അപ്പൊ ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, ഞാൻ മ്യൂസീഷ്യനായിട്ടാണ് വന്നത്. ഇതെല്ലാം സിനിമയെ പ്രതി തന്നെയാണ് ഞാൻ നിന്നിരിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഇതില് ചേർന്ന് നിന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം മടുപ്പുണ്ടാവരുത്. അത് ആ ഇഷ്ടം നിലനിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിലേക്ക് പിടിച്ചു നിൽക്കാൻ ആണ് എപ്പോഴും ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പൊ പുതിയ കാര്യങ്ങൾ, പുതിയ വഴികൾ അത് വേറെ ആരും കൊണ്ടുവന്നു തരില്ല, നമ്മൾ തന്നെ ചെയ്യണം. ആ രീതിയിലാണ് എഴുത്തിലേക്ക് ഞാൻ വന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്. അപ്പൊ അഭിനയിക്കുക എന്ന് പറഞ്ഞ കാര്യം ആക്ച്വലി എന്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ എവിടെയും ചിന്തിച്ചിരുന്നില്ല. അത് സൂര്യചേട്ടനായിട്ട് എന്റെ മുമ്പിലേക്ക് എടുത്തു വെച്ച് ചെയ്തു നോക്കൂ. പിന്നെ ഒരു തരത്തിൽ പറഞ്ഞു ഞാൻ പറയും, ഈ ബോധമില്ലായ്മ ചില നേരത്ത് ധൈര്യം തരും. അതുപോലെയാണ് ഞാൻ ആക്ടിങ്ങിലേക്ക് വരുന്നതെന്ന് പറയുന്നത്, എനിക്ക് കുഴപ്പമില്ല ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തു തുടങ്ങിയപ്പോ ആദ്യത്തെ 2 ദിവസം ഞാൻ ആശങ്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ശരിയാവുന്നുണ്ടോ എന്നൊക്കെ. പക്ഷെ നമുക്ക് അതിന്റെ കൃത്യമായ ലാൻഡിങ് കിട്ടുന്നവരൊക്കെയാണ് അത് ഉള്ളൂ. അത് കിട്ടി തുടങ്ങിയാൽ, നമ്മളതിന്റെ രസം പിടിച്ചു തുടങ്ങിയാൽ പിന്നെ അതൊരു ഇഷ്ടപ്പെട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ ഈ എല്ലാ ജോലിയും, എഴുതുന്നതാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അഭിനയിക്കുന്നതാണെങ്കിലും ഒക്കെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതൊരു പ്രഷർ എടുക്കണ്ട, പ്രഷർ ഇല്ല. അപ്പം അത് ഭയങ്കര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല വിശേഷത്തില്. ഞാൻ ഈ സിനിമ ഇറങ്ങുമ്പോഴോ ഒന്നും എനിക്ക് ഇത് എന്തു പറയാ അങ്ങനത്തെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെ ഉള്ളത് ഞാൻ ചെയ്യുന്ന ജോലികൾ എനിക്ക് ഇഷ്ടപ്പെടാതെ വരരുത്. നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക്
കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര ശരിയാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതില് നീതി പുലർത്താൻ വേണ്ടി മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിന്നുവിന്റെ അടുത്ത് എനിക്ക് ആ ഒരു ചിന്നു ഇപ്പം ഡീൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര വേഴ്സറ്റൈൽ ആണ്. ശരിക്കും വാട്ട് ഈസ് യുവർ ഒരു ഡ്രീം റോൾ? എനിക്കൊരു സൂപ്പർ ഹീറോ ആവണം. എനിക്ക് ഒരു ലൈക്ക് ആക്ഷൻ മൂവിയിൽ വർക്ക് ചെയ്യണം, ലൈക്ക് ഫുൾ റൊമാൻറ്റിക് കോമഡി. അങ്ങനെ ഐ വോണ്ട് ടു ഡു ആസ് മച്ച് ആസ് I possibly could. ഫസ്റ്റ് വൺ സൂപ്പർ ഹീറോ ആണല്ലേ? ആരുടെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ? Spider-Man. ഞങ്ങളൊരു സ്പൈഡർമാൻ ഫാൻസ് ആണ്. മലയാളത്തിൽ ഇപ്പൊ ഒരു സൂപ്പർ ഹീറോ മൂവി ഇറങ്ങി, ഇനി ഒരു വണ്ടർ വുമൻ ടൈപ്പ് ഓഫ് മൂവി വന്നാൽ അത് അടിപൊളിയായിരിക്കും. അതെ ഓൾറെഡി വണ്ടർ വുമൻ ആൻഡ് സൂപ്പർ ഹീറോ ആണല്ലോ. ശരി റൈറ്റ്, വണ്ടർഫുൾ.